2 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 30 മിനിറ്റ് പുരട്ടി വയ്ക്കുക. ചേരുവകളുടെ ലിസ്റ്റ് അവസാനം കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3½ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1½ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ എടുത്ത് വയ്ക്കുക. ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം തേങ്ങാ കഷ്ണങ്ങളിട്ട് മൂപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം പോകുന്നത് വരെ 1-2 മിനിറ്റ് ഇളക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കുക. ചെറിയ ഉള്ളി ഇട്ട് 2 മിനിറ്റ് ഇളക്കുക. വലിയ ഉള്ളി ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ലൈറ്റ് ഗോൾഡൻ നിറം വരെ വഴറ്റുക. തക്കാളി ചേർത്ത് വഴറ്റുക. നന്നായി വഴന്ന ശേഷം പച്ചമുളക് ചേർത്ത് എല്ലാ മസാലപ്പൊടികളും കടായിലേക്ക് ചേർത്ത് പച്ചമണം പോകുന്നവരെ ഇളം ചൂടിൽ 2-3 മിനിറ്റ് ചൂടാക്കുക. അതിൽ നിന്ന് അല്പം എടുത്ത് ചൂട് പോയ ശേഷം മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ വഴറ്റുക. നന്നായി വഴന്ന് നിറം മാറിക്കഴിഞ്ഞാൽ ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് വേവിക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം പൂർണ്ണമായും വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും തയ്യാറാക്കിയ മസാല മിക്സും ചേർത്ത് ഇളക്കുക. വീണ്ടും അടപ്പ് കൊണ്ട് മൂടി ചിക്കൻ പൂർണ്ണമായും വേവിക്കുക. ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞാൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി 5 മിനിറ്റ് കൂടി ചൂടിൽ വയ്ക്കുക. അപ്പോൾ നല്ല സൂപ്പർ സ്വാദിഷ്ടമായ കേരള സ്റ്റൈൽ ചിക്കൻ കറി തയ്യാർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.